കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ ഹൈക്കോടതിയിൽ ഹർജി. കേസിലെ 50-ാം സാക്ഷി സന്തോഷാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇഡിയുടെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ഹർജിയിൽ ആവശ്യം. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഇടപെടണമെന്നും ഹർജിയിൽ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും വലിയ തരത്തിൽ ചർച്ചയായ വിഷയമാണ് ഈ ഒരു കൊടകര കുഴൽപ്പണ കേസ്. അതിലാണിപ്പോൾ ഇത്തരത്തിലൊരു ഹർജി ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാമാണ് അതിൽ പറയുന്നത്? സ്വാതി, കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് ഇതുവരെയും ഇഡി പോയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജി. ഈ കേസിലെ 50-ാം സാക്ഷിയായ സന്തോഷാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 2021-ൽ ഇലക്ഷന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. BJPക്ക് വേണ്ടി പണം എത്തിച്ചു എന്നതാണ് സംസ്ഥാന പോലീസിന്റെ കണ്ടെത്തൽ. അതിനുശേഷം ഇഡിക്ക് സംസ്ഥാന പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇഡി, ഇൻകം ടാക്സ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ എല്ലാം തന്നെ ഇതിൽ റിപ്പോർട്ട് നൽകുകയും ഇതിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇഡി ഹൈക്കോടതിയിൽ 3 വർഷം മുമ്പ് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചു എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഇതിൽ പ്രാഥമികമായ അന്വേഷണമാണ് ഇഡി നടത്തിയിട്ടുള്ളൂ. കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുകയോ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. സംസ്ഥാന നേതാവ് കെ സുരേന്ദ്രൻ അടക്കം അറിവോടെയാണ് ഇത്തരത്തിൽ ഈ പണം സംസ്ഥാനത്ത് എത്തിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾക്കടക്കം ഇതിൽ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജി. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഈ കുറ്റപത്രത്തിന്മേൽ തുടർ വിചാരണയോ മറ്റ് നടപടികളോ ആരംഭിച്ചിട്ടില്ല. ഇതിനിടെ ഈ കേസിലെ ഒരു പ്രതി തന്നെ ചില വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിനുശേഷവും അന്വേഷണം ഇഡി ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഇതിൽ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ തുടരന്വേഷണത്തിന് പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. ഇഡിയുടെ അന്വേഷണം കാര്യക്ഷമമായി നടത്തണം, അതിന് കോടതി ഇടപെടണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള ഹർജിയിൽ പറയുന്നത്. കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തുന്നുമുണ്ട്. ശരി ഷബ്ന.